ഹായ്, ഇതേ കുടുംബാമ്പലത്തിൽ വന്ന കേട്ടോ കേച്ചുട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട്. അപ്പോൾ അമ്പലത്തിലൊന്ന് വന്ന് തൊഴിക്കണം എന്ന് വിചാരിച്ചു ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. ഞങ്ങളിത് തൊഴുത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കേച്ചുവിനെ സീതമ്മ എടുത്ത് തൊഴിപ്പിക്കുകയാണ്. അവിടെ വരുന്നുണ്ട്. അങ്ങനെ അങ്കിള് വന്നപ്പോൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. വാർഷികമാണ് അടുത്ത ദിവസം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്കിള് കുറച്ച് മാങ്ങ കൊണ്ട് തന്നു, പഴമാങ്ങ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്കിള് അത് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ അതെടുത്ത് കാണിച്ചപ്പോൾ നാളെ അടുത്ത ദിവസം വാർഷികമായതുകൊണ്ട് അതാണ് പന്തലൊക്കെ ഒരുക്കി കസേരയൊക്കെ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിലേക്കും കൂടെ പോയി. ആക്ച്വലി ഇത് എൻ്റെ വീടിനടുത്തുള്ളൊരു അമ്പലം കേട്ടോ. കുട്ടിക്കാലത്തൊക്കെ ഒത്തിരി വന്നിട്ടുള്ള അമ്പലമാണ്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ഇറങ്ങി നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള വഴിപാടൊക്കെ കഴിച്ചു. അങ്ങനെ വന്നു. എല്ലാ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴേക്കും ഒത്തിരി ലേറ്റായി. 9:30 ഒക്കെ കഴിഞ്ഞു. പിന്നെ ഭയങ്കര വിശപ്പായി. അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചു. ഇത്രയേ ഉള്ളൂ.